നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരാകണമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അഭ്യൂഹങ്ങൾ ബാക്കിയാവുകയാണ്. വരുന്ന 26-ന് ആരാണ് മേയർ എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുള്ളത്. സസ്പെൻസ് സ്ഥാനാർത്ഥിയാകും എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴെല്ലാം ഉയർന്നു കേട്ടിരുന്ന പേര് ആർ ശ്രീലേഖയുടേതായിരുന്നു. ആ ശ്രീലേഖയുടെ ഒപ്പം വി രാജേഷിന്റെ പേരും ഇടക്കാലത്ത് ഉയർന്നു വന്നു. ആർ ശ്രീലേഖ കോർപ്പറേഷൻ മേയറായ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇത്തവണ വനിതയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയറിനെ സംബന്ധിച്ചും മേയറും ഡെപ്യൂട്ടി മേയറും കൂടി സ്ത്രീകളായാൽ എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായാണ് BJP ഭരിക്കാൻ പോകുന്നത്. ഏതാണ്ട് 45 വർഷക്കാലത്തോളം CPM ഭരിച്ച ഒരു കോർപ്പറേഷൻ എന്ന രീതിയിൽ അതിലെ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും CPM-കാർ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന കോർപ്പറേഷനിലെ തളർത്താൻ ആവശ്യമായ പല കാര്യങ്ങളും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 200 കോടി രൂപ കോർപ്പറേഷൻ അക്കൗണ്ടിൽ നിന്നും മാറ്റാനുള്ള തീരുമാനമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരസഭയും കോർപ്പറേഷനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക എന്ന ഒരു ചിന്താഗതിയിൽ തന്നെയാകും CPM ഇനി മുന്നോട്ട് നീങ്ങുക. ഒപ്പം കോൺഗ്രസിന്റെ 19 കൗൺസിലർമാരുമുണ്ട്. ഇതെല്ലാം കൂടിയാകുമ്പോൾ BJPക്ക് അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തികച്ചും പരിണതപ്രജ്ഞരായ ആരെങ്കിലുമൊക്കെ ഈ കൗൺസിലിന്റെ ഭാഗമായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലാകും. എല്ലാ കാലവും എല്ലാ ആൾക്കാർക്കും എപ്പോഴും കൗൺസിലിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് അവിടെയുള്ളവരുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ്. അക്കാര്യത്തിലൊരു സംശയവുമില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ ശ്രീലേഖ എന്ന് പറയുന്ന ഓഫീസർക്ക് അഡ്മിനിസ്ട്രേഷൻ പരിചയമുണ്ട്. ആ പരിചയമുള്ള ആൾ തന്നെയാണ്. പക്ഷെ നഗരസഭയും പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും ഒക്കെ വരുമ്പോൾ അത് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നൊരാശങ്ക പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാലും നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായി രാഷ്ട്രീയമൊക്കെ നോക്കാൻ അറിയുന്ന എന്നാലൊരു കൃത്യമായ പൊളിറ്റിക്സ് പറയാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങൾ BJPയുടേത് പറയാൻ ഒരു പക്ഷേ അറിയില്ലെങ്കിൽ പോലും ഏറ്റവും മികച്ച പോലീസ് ഓഫീസറായിരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വളരെ മികച്ച വനിത തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡെപ്യൂട്ടി മേയർ കൂടി വനിത വരുന്നതോടുകൂടി മുഴുവൻ വനിതകൾ മാത്രമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുക എന്നൊരു ചിന്ത BJPയുടെ ഇടയിലുണ്ട്. പക്ഷേ സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിൽ ചിലപ്പോൾ 2 വനിതകളെയും അത്തരത്തിലേക്ക് 2 വനിതകൾ മതി എന്ന് തീരുമാനിച്ച് ബാക്കിയുള്ളവർ പുറകിൽ നിന്ന് അവരെ നയിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൂടായികയില്ല. പക്ഷെ മറ്റു ചില പേരുകളും ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വി രാജേഷിന്റെ പേരാണ്. വി രാജേഷ് കഴിഞ്ഞ 5 വർഷമായി കൗൺസിൽ ഉള്ള ഒരാളാണ്. ഒരു ടേം ജയിച്ചിട്ടുണ്ട്. ഗിരി, മറ്റൊരു അഭിഭാഷകൻ കൂടിയായ ഗിരി RSSന്റെ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷം കഴിഞ്ഞ 15 വർഷമായി കൗൺസിലറാണ്. ഗിരിയെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് കരമന അജിത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി കൗൺസിലറാണ്. കൗൺസിലർ എന്നതിലുപരി പല റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായി LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന കരമന ഹരിയെയും അതുപോലെ തന്നെ നെടുങ്കാട് വാർഡിൽ നിന്ന് പുഷ്പലതയും, കഴിഞ്ഞ വർഷത്തെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പലത, ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ടുള്ള ചരിത്രമുള്ള ആളാണ്. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ കൗൺസിലറായിരുന്ന മാഹിനെ, 15 വർഷത്തോളം കൗൺസിലറായിരുന്ന മാഹിനെ തോൽപ്പിച്ച ആളാണ്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ തവണ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധം ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ആളായിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ 2000-ന് മേൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ആളാണ്. അതുകൂടാതെ നെടുങ്കാട് എന്ന് പറയുന്ന കോട്ട, ഇടതു കോട്ട, ഏതാണ്ട് പാർട്ടി ഗ്രാമം പോലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണ നെടുങ്കാട് മത്സരിച്ചിരുന്നത്. ആ പാർട്ടി കോട്ട തകർത്ത ആളാണ് കരമന അജിത്ത് കുറച്ചുകൂടി ജനകീയനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കരമന അജിത്തിനെ പരിഗണിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ ജനകീയത തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ഇന്നലെയും നമ്മളത് കണ്ടതാണ്. വളരെ എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോടെ പെരുമാറുന്ന, ശത്രുക്കളൊന്നുമില്ലാത്ത, വളരെ നന്നായി നല്ല ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു സ്വാധീനമുള്ള ഒരാളാണ് കരമന അജിത്ത്. അപ്പോൾ തീർച്ചയായിട്ടും കരമന അജിത്തിനെ പോലുള്ളവരെ പോലും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നേമത്ത് നിന്നും മത്സരിച്ച് വിജയിച്ച MR ഗോപകുമാർ, പാപ്പനംകോട് സജി, അങ്ങനെ നിരവധി പേർ, വർഷങ്ങളായി കൗൺസിലുള്ള നിരവധി പേർ അവിടെയുണ്ട്. കൗൺസിലിൽ കുറച്ചുകൂടി പരിണതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെയുള്ള ആൾക്കാർ ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നൊരാൾക്ക് വന്നാൽ ഒരുപക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഏതായാലും ഈ കൗൺസിലർ സ്ഥാനത്തുണ്ടായിരുന്ന 4 പേർ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിലേറെ പ്രസിമി ജ്യോതിഷ്, നിരവധി പേർ ഇത്തരത്തിൽ ഒന്നിലേറെ തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്.
അവർക്കൊക്കെ സത്യത്തിൽ ഈ ഒരാളെ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ നിരവധി പേർ BJPയിൽ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയാവാനുണ്ട്. ഏതായാലും മുൻതൂക്കം BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ VV രാജേഷാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ VV രാജേഷിന് അത്ര പ്രിയമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ VV രാജേഷിന്റെ കാര്യത്തിൽ തീരുമാനം എന്താകുമെന്നറിയില്ല. ഇനി ഉള്ള മറ്റൊരാൾ ഗിരിയാണ്. ഗിരിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ എന്താണ് എന്നറിയില്ല. എന്തായാലും ശ്രീലേഖയെ BJPയിൽ ആർക്കും എതിർപ്പില്ല. ശ്രീലേഖയോട് എന്നുള്ളതാണ്, ഒരാൾക്ക് പോലും എതിർപ്പില്ലാത്ത ആളാണ്. അപ്പോൾ ശ്രീലേഖ ആവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ശ്രീലേഖ ഏറ്റെടുക്കുമോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. മേയർ എന്നതിന് തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന. അപ്പോൾ തീർച്ചയായിട്ടും മേയർ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടൊക്കെ മേയർ സ്ഥാനത്തേക്ക് വീണ്ടും സജീവമായി ഉയർന്നു വരുന്ന പേരുകളിലൊന്ന് ശ്രീലേഖ തന്നെയാകും. അതുകൊണ്ട് തന്നെ ശ്രീലേഖ തന്നെ മേയറാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് വേണം എന്ന തരത്തിൽ ചിന്തിക്കുന്നവരുമുണ്ട്. കാരണം രാഷ്ട്രീയം കൂടി പറയാൻ അറിയുന്ന ആളായിരിക്കണം എന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് VV രാജേഷിന്റെയും ഗിരിയുടെയും ഒക്കെ പേര് ഉയർന്നു വരുന്നത്. BJPക്കും അതുപോലെ തന്നെ ജനകീയനായ കർമ്മരാജ്യത്തിനെയും അങ്ങനെ ഒഴിവാക്കി നിർത്താൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആര് മേയറാകുമെന്നതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒരാൾ കൂടി എത്തേണ്ടതുണ്ട്. ആ ആൾ ഒരുപക്ഷെ പാറ്റൂർ രാധാകൃഷ്ണനാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. പാറ്റൂർ രാധാകൃഷ്ണൻ BJPയിലേക്ക് അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയാൽ തീർച്ചയായും BJPക്ക് വലിയ വിജയമാകും. എന്നാൽ നേരെ മറിച്ച് ഇടത് വലത് മുന്നണികൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് മത്സരിച്ചാൽ ഒരു പക്ഷേ എങ്ങനെയാവും കാര്യങ്ങളെന്നറിയില്ല. അപ്പോൾ ഈ സ്വതന്ത്രരുടെ കാര്യങ്ങൾ തന്നെയാകും നിർണായകമാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് ഇടതും വലതും ഒരുമിച്ച് ചേരുന്നത് ഒരു രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമോ, ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ഗുണം ചെയ്യില്ല എന്നതിനെ സംബന്ധിച്ച് ചില ചിന്തകളൊക്കെ ഉണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് തിരുവനന്തപുരത്തെ മേയർ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു സൂചന ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.